IPL 2025 ഗുജറാത്ത് ടൈറ്റൻസ് തോൽവിയോടെയാണ് സീസൺ ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ 11 റൺസിനാണ് ടൈറ്റൻസ് പഞ്ചാബിനോട് പരാജയപ്പെട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എടുത്തിരുന്നു. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറി പ്രകടനവും അരങ്ങേറ്റക്കാരൻ പ്രിയാൻഷ് ആര്യയുടെയും ശശാങ്ക് സിംഗിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗുമാണ് പഞ്ചാബിനെ മികച്ച സ്കോറിലെത്തിച്ചത്. ബൌളിംഗിൽ പഞ്ചാബിനെതിരെ മികച്ച തുടക്കമാണ് ഗുജറാത്തിന് ലഭിച്ചത്. മൂന്നാം ഓവറിൽ തന്നെ പഞ്ചാബ് ഓപ്പണർ സൂപ്പർ താരം പ്രഭ്സിമ്രാൻ സിംഗിന്റെ വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. 5 റൺസ് എടുത്ത താരത്തെ കഗിസോർ അബാദിയാണ് പുറത്താക്കിയത്. എന്നാൽ തുടക്കം മുതലാക്കാൻ ടൈറ്റൻസിന് ആയില്ല. പിന്നീട് ബൌളർമാരെ പഞ്ചാബ് ബാറ്റർമാർ അടിച്ചൊതുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മധ്യ ഓവറിൽ തുടരെ 2 വിക്കറ്റുകൾ വീഴ്ത്തി സ്കോറിംഗ് നിയന്ത്രിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. സായ് കിഷോറാണ് ബൌളർമാരിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടൈറ്റൻസിന് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. പഞ്ചാബ് ഉയർത്തിയ 244 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് മികച്ച തുടക്കം ലഭിച്ചുവെങ്കിലും അത് മുതലാക്കാനായില്ല. ഇപ്പോൾ ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗ്. ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി മികച്ചതല്ല എന്നും അവൻ ഒട്ടും തയ്യാറല്ലായിരുന്നുവെന്നും സെവാഗ് പറഞ്ഞു. സിറാജ് നന്നായി പന്തെറിഞ്ഞപ്പോൾ പവർ പ്ലേയിൽ അടിവാങ്ങിയ അർഷാദ് ഖാനെ കൊണ്ടുവന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിക്ക് ബസിൽ സംസാരിക്കുകയായിരുന്നു സെവാഗ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി വേണ്ട വിധം മികച്ചതല്ല എന്ന് ഞാൻ കരുതുന്നു. അവനൊട്ടും തയ്യാറല്ലായിരുന്നു, മുൻകൈയെടുത്ത് പ്രവർത്തിച്ചില്ല. സിറാജ് നന്നായി പന്തെറിഞ്ഞപ്പോൾ ഗിൽ അർഷാദ് ഖാനെ കൊണ്ടുവന്നു. പവർ പ്ലേയിൽ 21 റൺസ് വഴങ്ങിയ അർഷാദ് ഖാനെയാണ് അവൻ പന്തേൽപ്പിച്ചത്. ആ ഓവറാണ് കളിയുടെ ഗതി മാറ്റിയത്. സിറാജ് ന്യൂ ബോളിൽ നന്നായി പന്തെറിയുന്നുണ്ടെങ്കിൽ ഡെത്ത് ഓവറുകളിലേക്കായി അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. അവസാനം അദ്ദേഹവും അടിവാങ്ങിയെന്ന് സെവാഗ് പറഞ്ഞു. തന്റെ ബൗളർമാരിൽ ഒരാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ സ്പെൽ നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ക്യാപ്റ്റന് ഉണ്ടായിരിക്കണമെന്ന് സെവാഗ് കൂട്ടിച്ചേർത്തു. തന്റെ ബൗളർമാരിൽ ഒരാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ സ്പെൽ നൽകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ക്യാപ്റ്റന് ഉണ്ടായിരിക്കണമെന്ന് സെവാഗ് കൂട്ടിച്ചേർത്തു.